പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, വലിയ സന്തോഷത്തോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ഒക്ടോബർ മാസത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ജപമാലയുടെ ഈ വലിയ വണക്കമാസത്തില് വലിയ അഭിഷേകം പ്രാപിക്കുവാൻ, ശക്തി പ്രാപിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, മോണിക്ക പ്രാർത്ഥനയില് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് വലിയ പ്രത്യാശയോടെ അങ്ങയിൽ മാത്രം ശരണപ്പെട്ടുകൊണ്ട് അങ്ങേ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാ മക്കളുടെ മേലും കുടുംബങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും അവിടെ നദി ശക്തമായിട്ട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവേ, നാരകീയ സർപ്പത്തിന്റെ തലയെ തകർത്തവളെ, വിശുദ്ധ യോസേപ്പ് പിതാവേ, പിശാചികളുടെ പേടി സ്വപ്നമേ, വിശുദ്ധ മിഖായേൽ മാലാഖേ, സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മാലാഖമാരാൽ പരിസേവിതയായി അമ്മ മാതാവേ, ഒക്ടോബർ മാസത്തില് മാതൃസന്നദ്ധിയില് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തില് സ്വർഗത്തിന്റെ വലിയ ഇടപെടൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതിനായി ഞങ്ങളുടെ മോണിക്ക പ്രാർത്ഥന കൂട്ടായ്മയും ഞങ്ങളുടെ ഈ മീഡിയ ശുശ്രൂഷയെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഇന്ന് ഒക്ടോബർ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയുടെ ശക്തമായ സാന്നിധ്യത്തിന്റെ സഹായത്തിന്റെ അടയാളമായ ജപമാലയുടെ ശക്തമായ വണക്കമാസമാണ്. ഈ ജപമാല മാസത്തില് നമ്മൾ വലിയ ശക്തിയോടുകൂടി നമ്മുടെ പ്രാർത്ഥന നമ്മൾ തുടരുകയാണ്, പ്രത്യേകിച്ചും മക്കൾക്ക് വേണ്ടിയുള്ളത്. അച്ഛൻ ഇന്നലെയും ഇന്നുമായിട്ട് ഒരു ടോക്ക് ഇട്ടിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് മീഡിയ ചാനലില്. ജപമാലയുടെ ശക്തിയുടെ അടിസ്ഥാനത്തെ കുറിച്ചാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും ആ പ്രാർത്ഥന, ജപമാലയുടെ ശക്തി, ആ ടോക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും കേൾക്കണം. കേട്ടാൽ മാത്രം പോരാ, അനേകായിരങ്ങളിലേക്ക് അത് പകർന്നു കൊടുക്കണം. കാരണം ഈ കാലഘട്ടത്തിൽ തിന്മയ്ക്കെതിരെയുള്ള അതിശക്തമായ പോരാട്ടത്തില് നമ്മൾ എടുക്കേണ്ട വലിയ ആയുധമാണ് ജപമാല. ഈ ജപമാലയുടെ ശക്തി, അടിസ്ഥാനം, അതിന്റെ പാരമ്പര്യം, അതൊക്കെ അതിശക്തമായിട്ട് വെളിപ്പെടുത്തി തന്നിട്ടുള്ള ഒരു ടോക്കാണ് ഈ ജപമാലയുടെ ശക്തിയുടെ അടിസ്ഥാനത്തെ കുറിച്ച്. അതിനനുസരിച്ച് ഇന്ന് നമ്മള് മോണിക്ക പ്രാർത്ഥന 30ാമത്തെ ദിവസമാണ്. ഇനി 1, 2, 3, 4 തീയതി, ഒക്ടോബർ 4 തീയതി മോണിക്ക പ്രാർത്ഥന നമ്മള് ഈശ്വര തിരുഹൃദയത്തിനും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും നമ്മുടെ മക്കളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് നമ്മൾ 5 തീയതി മുതൽ മക്കൾക്കായി മാതൃസന്നിധിയിൽ ജപമാലയുടെ ശക്തി ആവാഹിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ കീഴടക്കി വച്ചിരിക്കുന്ന വലിയ പൈശാചിക ശക്തികള്, അനേക മാതാപിതാക്കള് പറഞ്ഞു കേട്ട അതിശക്തമായ പൈശാചിക ബന്ധനത്തിൽ കുടുങ്ങി അതുപോലെ ക്രൂരതയിലും ദുഷ്ടതയിലും നന്ദികേടിലും പൈശാചികതയിലും അടിമപ്പെട്ടു പോയ മക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഈ കാലഘട്ടത്തിൽ ഈ ജപമാല ശക്തമായ അടിസ്ഥാനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ തിന്മയ്ക്കെതിരെ പോരാടുവാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഇന്നു മുതല് ജപമാല പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കാനും അമ്മയുടെ ആ അടിസ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അമ്മയുടെ കരുത്ത്, അമ്മയുടെ ശക്തി, അമ്മയുടെ സാത്താനെതിരെയുള്ള ശത്രുത, അമ്മയാകുന്ന സാത്താനെതിരെയുള്ള വലിയ ആയുധം, ഇതൊക്കെ അറിഞ്ഞുകൊണ്ടെടുത്ത് നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ലോകം മുഴുവനും വേണ്ടിയും അതിശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മോണിക്ക പ്രാർത്ഥനയില് നമ്മൾ പ്രാർത്ഥിക്കുന്ന വലിയ ഒരു മേഖല അഭിഷേകത്തിൽ
കഴിഞ്ഞ മക്കൾ വീണുപോയി. ആ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ അഭിഷേകത്തില് ജീവിക്കുന്ന മക്കൾ വീഴാതിരിക്കാൻ വേണ്ട വലിയ അഭിഷേകത്തിന് വേണ്ടി ദിവ്യകാരുണ്യ സന്നിധിയില് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഇന്ന് നമുക്ക് ഒരുമിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതായത് അഭിഷേകത്തിൽ ജീവിച്ച മക്കൾ നല്ല വിശുദ്ധിയില്, നല്ല പ്രാർത്ഥനയില്, മാതാപിതാക്കൾ അനുസരിച്ച് നന്നായിട്ട് പഠിച്ച് നല്ല ചൈതന്യത്തില് അനുസരണത്തോടെ ജീവിച്ച അനേക മക്കൾ അൾത്താര സംഘത്തില്, ഗാന ശുശ്രൂഷയില്, വചന ശുശ്രൂഷയില് അതിശക്തരായിട്ട് ജീവിച്ച അനേക മക്കള് ഇന്ന് വീണുപോയ അനുഭവങ്ങള് ഏറെ അനേകം മാതാപിതാക്കള് പങ്കുവച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിച്ച് രക്ഷ പ്രാപിക്കുന്നത് ഇഷ്ടപ്പെടാത്തവനാണ് സാത്താൻ. അതുകൊണ്ട് 1 പത്രോസ് 5:8 നമ്മോട് പറയുന്നുണ്ട്. പത്രോസ് ലേഖായിലൂടെ ദൈവം പറയാ, നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്ന് നോക്കി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസത്തിലും വിശുദ്ധിയിലും ഇങ്ങനെയൊക്കെ അഭിഷേകത്തിലേക്ക് ജീവിക്കുന്ന മക്കള് അതുപോലെ ദൈവത്തോട് ചേർന്ന് നിന്ന് ആ അഭിഷേകത്തിന്റെ കരുത്ത് നഷ്ടപ്പെടാത്ത വിധം പിശാചിനെ ചെറുത്തു നിൽക്കാനും, ദൈവത്തോട് യാക്കോബ് 4:7 പറഞ്ഞ പോലെ പിശാചിനെ ചെറുത്തു നിൽക്കാനും, ദൈവത്തോട് ചേർന്ന് നിൽക്കാനും, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തെ വിളിച്ച് ഇടപെടുത്തിക്കാനും, അതോടൊപ്പം തന്നെ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കണം. പിശാച് വരും, അവന്റെ പ്രലോഭനം വരും, അവനോട് ബന്ധപ്പെട്ട കൂട്ടുകെട്ടുകൾ വരും, മീഡിയ വരും, സിനിമ വരും, സ്വാധീനങ്ങൾ വരും, പ്രലോഭനങ്ങൾ വരും, വശീകരണങ്ങൾ വരും. അങ്ങനെ വന്നാൽ വീഴാതിരിക്കാൻ, പിശാചിനെ ചേർത്തു നിൽക്കാൻ നിരന്തരമായ പോരാട്ടം നടത്തണം. ഒത്തിരി അഭിഷേകത്തിൽ നിന്ന് വീണുപോയവരെ വിശുദ്ധ ബൈബിളിൽ കാണാൻ പറ്റും. സാംസനെ നമുക്കറിയാം, ഇത്രമാത്രം കരുത്തുള്ള ദൈവത്തിന്റെ പയ്യൻ, യുവത്വത്തിന്റെ കരുത്തില് അഭിഷേകത്താൽ നിറയപ്പെട്ട് ഒരു കഴുതയുടെ താടിയല് കൊണ്ട് ഒത്തിരിയേറെ ഫിലിസ്തരെ ഒറ്റയ്ക്ക് കൊന്നവൻ, ഒത്തിരിയേറെ ശക്തമായ ദൈവിക ശക്തി, അതിസ്വാഭാവികമായ കൃപകൾ നിറയപ്പെട്ട് അഭിഷേകത്തില് കത്തി ജ്വലിച്ചു നിന്ന സാംസൺ വീണുപോയ അനുഭവം നമുക്കറിയാം. ഒരു പെണ്ണിനു വേണ്ടി, പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം ലംഘിപ്പിച്ചുകൊണ്ട് നമ്മെ വീഴ്ത്താൻ വേണ്ടി ഇന്ന് പല രീതികളിൽ പിശാച് വരും. പെണ്ണിലൂടെ വരും, കൂട്ടുകെട്ടിലൂടെ വരും, മദ്യത്തിലൂടെ വരും, ലഹരിയിലൂടെ വരും, ലോകാരൂപിയിലൂടെ ശക്തമായി കടന്നു വരും. അതിന് വിധേയപ്പെട്ടു പോയാൽ ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ എല്ലാ അഭിഷേകവും കെട്ടുപോകാൻ ഒത്തിരിയേറെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അഭിഷേകത്തെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്, അഭിഷേകം തീ പോലെയാണ്. തീ പോലെ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? ആളിക്കത്തി നിൽക്കുന്ന തീ. തീ ഇങ്ങനെ ആളിക്കത്തി നിൽക്കണമെങ്കിൽ എന്ത് വേണം മക്കളെ? ഇന്ധനം വേണം, ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അതുകൊണ്ട് തീ ഇങ്ങനെ കത്തി നിൽക്കണം. വചനം പറയുന്നുണ്ട്, ബലിപീഠത്തിലെ തീ കെടാതെ സൂക്ഷിക്കണം. ഈ അഭിഷേകത്തിന്റെ തീ നമ്മുടെ ഉള്ളില്, ദൈവബന്ധത്തിന്റെ അഭിഷേകത്തിന്റെ തീക്ഷ്ണതയുടെ തീ ആളിക്കത്തി നിൽക്കണം. അത് കത്തി നിൽക്കണമെങ്കിലും അതുപോലെ ശ്രദ്ധിക്കണം, നിരന്തരം പ്രാർത്ഥിക്കണം. അതോടൊപ്പം ദൈവ കുദാശകൾ സ്വീകരിക്കണം, വ്യക്തിപരമായി പ്രാർത്ഥിക്കണം. അതോടൊപ്പം തന്നെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ പാപ സാഹചര്യങ്ങൾ വരും, അത് വരും, അവിടെയൊക്കെ ചേർത്ത് നിൽക്കണം. അതുപോലെ മുന്നോട്ട് പോകണമെങ്കിൽ അത്രമാത്രം ശ്രദ്ധയും സൂക്ഷ്മതയും വേണം. അതുകൊണ്ട് ഇങ്ങനെ പറയാറുണ്ടല്ലോ, ഇന്നലത്തെ തീ ഇന്നത്തെ ചാരമാകാം. അതുകൊണ്ട് തന്നെ അപകടകരമായ അവസ്ഥയുണ്ട്. അങ്ങനെ വീണു പോയ സാംസന്റെ അവസ്ഥ നമുക്കറിയാം. അവസാനം അവന്റെ കണ്ണ് കുത്തി പൊട്ടിച്ച് അവനെ ഒരു കൊരങ്ങനെ പോലെ എല്ലാവരുടെ മുമ്പിൽ പരിഹാസ്യനാക്കി അവനെ കളിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് ദൈവം അവനോട് കനിയുന്നതൊക്കെ അഭിഷേകം വീണ്ടും നൽകുന്നത് നമുക്കറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, അഭിഷേകത്തിൽ വീണു പോയ മക്കൾ പെട്ടെന്ന് അതിൽ നിന്ന് എഴുന്നേൽക്കുവാനും കർത്താവിൽ തിരിച്ചു വരാനൊക്കെ വേണ്ടി മാതാപിതാക്കള്, നമ്മൾ അഭിഷിക്തര്, സന്യസ്തര് ഈ മക്കൾക്ക് വേണ്ടി ബലിയർപ്പിച്ച് കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ ജപമാലകൾ ചൊല്ലി അതിശക്തമായിട്ട് പ്രാർത്ഥിക്കണം. കാരണം എന്നത്തെക്കാളുമേറെ ഇന്ന് ഈ അഭിഷേകം കെടുത്തിക്കളഞ്ഞ് നമ്മുടെ മക്കളെ പിശാചിനെ പിടിയിൽ അമർത്താൻ, ഇതുപോലെ നശിപ്പിക്കാൻ പിശാച് അതിശക്തമാണ് എല്ലാ മേഖലകളിലും.
നമ്മൾ ഈ ദിവസങ്ങളൊക്കെ അതിനെക്കുറിച്ച് കണ്ടു. ആദ്യത്തെ രാജാവായ ഇസ്രായേലിന്റെ സാവൂളിനെ നമുക്കറിയാം. അഭിഷേകത്തിൽ നിന്ന് അവൻ വീണുപോയത്. അഭിഷേകം നഷ്ടപ്പെട്ട പിന്നെ എന്റെ പ്രിയപ്പെട്ട മക്കളെ ജീവിതം തകർന്നു പോവും. ഇങ്ങനെ പറയും, അഭിഷേകമില്ലാതെ പോയാൽ എല്ലാം ഒരു അഭ്യാസമായിട്ട് മാറും. ഇന്ന് അഭിഷേകത്തിൽ വീണ് പോയ അനേക മക്കൾ മാത്രമൊന്നുമല്ല, അഭിഷിക്തര്, സന്യസ്തര്, ഉന്നത അധികാരികള് അഭിഷേകം നഷ്ടപ്പെട്ടു പോയി നശിച്ചു പോയവര്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മള് നമ്മുടെ യുവമക്കൾക്കും കുഞ്ഞുമക്കൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമ്പോ നമ്മുടെ മക്കള് അഭിഷേകത്തിൽ കത്തി നിൽക്കണം. പോരാ, ഇങ്ങനെ വീണു പോയ അനേകം മക്കളുടെ വേദന നിറഞ്ഞ അനുഭവങ്ങള് പല അപ്പച്ചന്മാരും അമ്മച്ചിമാരും കണ്ണീരോടെ എണ്ണിപ്പറക്കി പറഞ്ഞു, എന്റെ അച്ഛ, എന്റെ മോൻ ഇങ്ങനെയായിരുന്നു, എന്റെ മോൻ ഗാനശുശ്രൂഷയിലായിരുന്നു, എന്റെ മോൻ അൾത്താരയിലായിരുന്നു, എന്റെ മോൻ നന്നിട്ട് പഠിക്കുമായിരുന്നു, എന്താ അനുസരണമുള്ള കൊച്ചായിരുന്നു അറിയോ, എന്നോട് പറഞ്ഞു തരും, അമ്മ പേടിക്കണ്ട, ഈശോയോട് പറ, ഡാഡി ശരിയാവും, അമ്മ ഒന്ന് പറയണ്ട. എന്നോട് പറഞ്ഞ മോൻ ഇന്ന് അപ്പനോടും എന്നോടും ദൈവത്തോടും ഒക്കെ വെറുപ്പ, പ്രാർത്ഥനയില്ല അച്ഛ, ആകെ നശിച്ചുപോയി. എത്രയോ അനുഭവങ്ങള് മക്കളെ ഓർക്കുമ്പോൾ ഒത്തിരി സങ്കടമുണ്ട് ഈ മേഖലകളിലൊക്കെ. ചില മക്കളെ പറഞ്ഞിട്ട് കാര്യമില്ല, ചില അവസ്ഥകള്, സാഹചര്യങ്ങള്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ മക്കൾക്ക് വേണ്ടി. നമ്മുടെ മക്കൾ അഭിഷേകത്തിന് വീണ് പോയിട്ടുണ്ടെങ്കിൽ അവരെ പിടിച്ചെടുത്ത് ഉയർത്താന്നുള്ളത് നമ്മൾ ഒരുമിച്ചുള്ള പ്രാർത്ഥനയുടെയും ത്യാഗത്തിന്റെയും പ്രാശ്ചിത്വത്തിന്റെയും ഒക്കെ അനന്തര ഫലമായി സംഭവിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ പറഞ്ഞില്ല, ഇന്നു മുതല് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ വലിയ ജപമാലയുടെ ശക്തി, പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി അച്ഛാ പറയാണ്, ആ ടോക്ക് എല്ലാവരും കേൾക്കണം. ജപമാല പ്രാർത്ഥനയുടെ ശക്തിയുടെ അടിസ്ഥാനം. ഞാൻ എല്ലാ ഗ്രൂപ്പിലും ഒന്നുകൂടി ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ടോക്ക് എല്ലാവരും കേട്ട് അതിന്റെ അടിസ്ഥാനം മനസ്സിലാക്കിക്കൊണ്ട് തിന്മയ്ക്കെതിരെ കഠിനമായ പാഷണ്ഡതകളുടെ അടിസ്ഥാനങ്ങളുടെ തകർത്തെറിഞ്ഞ വലിയ ശക്തമായ ആയുധമായി സ്വർഗം തന്ന ആയുധമാണ് മക്കളെ പരിശുദ്ധ ജപമാല. ടോക്കിൽ അത് ശക്തമായിട്ട് കർത്താവ് പറയുന്ന ഒത്തിരി കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ശക്തി ആവാഹിച്ചുകൊണ്ട് അനേക മക്കൾ നമ്മുടെ റോസറി വാരിയസ് ഗ്രൂപ്പിലൊക്കെ അനേകം മക്കൾ ജപമാല പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ഗ്രൂപ്പിൽ ചേരാത്തവരും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവരും യോഗം വെച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ 33 ദിവസത്തെ മോണിക്ക പ്രാർത്ഥനയിൽ ഓരോ വിഷയവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ വേണ്ടി ഒരിക്കൽ കൂടി കണ്ടും പ്രാർത്ഥിച്ചും ആരാധനയെ കൂടിയും ജപമാല ചൊല്ലിയും ഈ പ്രാർത്ഥന ശക്തമാക്കുക. ഇനി ഒരു കാര്യം, നമ്മൾ ഈ പ്രാർത്ഥനയിൽ വന്ന പലരും ഇടയ്ക്ക് വെച്ചൊക്കെ ഇട്ടിട്ട് പോയി. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ നമ്മൾ അതിൽ നിലനിന്ന് പ്രാർത്ഥിക്കണം. എന്നോട് കുറെ പേര് പറഞ്ഞു, അച്ഛാ പ്രാർത്ഥന നിർത്തല്ലേ. പക്ഷെ ഞാൻ നോക്കുമ്പോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പലരും എനിക്ക് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഇട്ടിട്ട് പോയവരുണ്ട്. ഒരിക്കലും പാടില്ല. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഈ ശപിക്കപ്പെട്ട മണ്ണ, ജഡമായി പോയ ശരീരമാ, ദുഷ്ടന്റെ ശക്തി വലിത്തപ്പെട്ട ലോകമാ, അവനെ ആരാധിച്ച് പൂജിച്ച് അവനെ ശക്തി അതുപോലെ വിളിച്ചിറക്കിയിരിക്കുന്ന ലോകമാ. നമ്മുടെ മക്കൾ അവിടെയാ. അതുകൊണ്ട് 3 ദിവസം പ്രാർത്ഥിച്ചു, 10 ദിവസം പ്രാർത്ഥിച്ചു, 30 ദിവസം പ്രാർത്ഥിച്ചു, നിർത്തിയിട്ട് പോകാമെന്ന് കരുതിയ ഇരട്ടി ശക്തിയോടെ പിശാച് നമ്മുടെ മക്കളെ കീഴ്പ്പെടുത്തും. തുടങ്ങിയ അംഗം യുദ്ധം അവസാനിപ്പിച്ചിട്ടേ കയറാവൂ കേട്ടോ. അതെല്ലാവരോടും പറയാ. ഒരിക്കൽ കൂടി നമ്മുടെ ശുശ്രൂഷകളൊക്കെ എല്ലാവർക്കും പങ്കുവെച്ചു കൊടുക്കുക. എല്ലാവരോടും പറയുക, നമുക്കൊരു സൈന്യമായിട്ട് പോകണം, അതിനാവശ്യകത ഒക്കെ അച്ഛൻ ഈ ദിവസങ്ങളൊക്കെ പറയുകയുണ്ടായി. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെല്ലാം സ്വർഗം തന്നിരിക്കുന്ന ആയുധങ്ങളെ എടുത്ത് കർത്താവിന്റെ ശക്തി സ്വന്തമാക്കി ഈ ജപമാലയുടെ ശക്തി എപ്പോഴും നമ്മെ യേശുവിലേക്കും കൂദാശയിലേക്കും വിശുദ്ധിയിലേക്കും ആനയിക്കുന്ന ശക്തമായ ദൈവത്തിന്റെ ഇടപെടലാണ്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒക്ടോബർ മാസത്തിന്റെ വലിയ അഭിഷേകം, ജപമാലയുടെ ശക്തി അഭിഷേകം നമ്മുടെ മക്കളില്, കുടുംബത്തില്, നമ്മിലും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം പിശാച് പല മേഖലകളിലും പലരെയും വീഴ്ത്തിക്കൊണ്ട് നശിപ്പിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഉയർത്തണം ജപമാല. രക്ഷയുടെ അടയാളം, കർത്താവിന്റെ സംരക്ഷണം, കർത്താവിന്റെ ശക്തി, അതിന്റെ അടിസ്ഥാനങ്ങളൊക്കെ അച്ഛൻ ടോക്കി പറയുന്നുണ്ട്. അതെല്ലാവരും കേൾക്കണം, മാക്സിമം എല്ലായിടത്തും എത്തിക്കണം. ഈ കാലഘട്ടത്തിന്റെ സത്യമായ ആവശ്യകതയാണ്, ഈ അടിസ്ഥാനമാണ് ഈ ജപമാലയെന്നും ഈ പ്രാർത്ഥനയെന്നും
അനുഭവത്തിലൂടെ അതിശക്തമായിട്ട് സ്വർഗം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ കേട്ട് മനസ്സിലാക്കി നമുക്ക് ജപമാലയ്ക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം. ആരാധനയില് ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ ഒരിക്കൽ കൂടി ദിവ്യകാരുണ്യ സന്നിധിയിൽ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ വെച്ചു നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, അങ്ങേ തിരുസന്നിധിയിലേക്ക് അങ്ങയുടെ മക്കളായ ഞങ്ങളെ സമർപ്പിക്കുവാനും അങ്ങയുടെ ജീവന സമൃദ്ധിയിൽ നിന്ന് കൃപയ്ക്കുമേൽ കൃപ സ്വീകരിക്കുവാനും എപ്പോഴും ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളെ അങ്ങയോട് ചേർത്ത് പിടിക്കുന്ന വലിയ കരുണയോർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈശോയെ, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയോട് കൂടി ആയിരിക്കുവാനും അങ്ങയുടെ സ്നേഹം അനുഭവിക്കുവാനും അങ്ങയുടെ ശക്തി പ്രകടമാക്കുവാനും ഞങ്ങളുടെ മക്കളിലേക്ക് അങ്ങയുടെ ശക്തി പ്രവഹിപ്പിക്കുവാനും വേണ്ടി ദിവ്യകാരുണ്യ സന്നിധിയില് ഈ മോണിക്ക പ്രാർത്ഥനയില് വിശുദ്ധ മോണിക്ക പുണ്യമതിയുടെയും വിശുദ്ധ അഗസ്തീനോസിന്റെ മധ്യസ്ഥതയില് ഞങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ലോകത്ത് നാനാഭാഗങ്ങളിലുള്ള അനേകായിരങ്ങളെ ഈ കൂട്ടായ്മയെ ചേർത്ത് ഒരു ഹൃദയത്തോടെ ഒരേ മനസ്സോടെ അങ്ങയുടെ മക്കളുടെ സ്വാതന്ത്ര്യത്തോടെ അങ്ങയെ ആരാധിച്ച് അങ്ങയുടെ ശക്തി പ്രകടമാക്കിയെടുക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും ഈ വലിയ കൂട്ടായ്മയെയും ഒരുമയോടെ അങ്ങേ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങേ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി കർത്താവേ. സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവേ, സർവാധിപനെ, സർവശക്തനെ, ഏകരക്ഷകനെ, ദിവ്യകാരുണ്യമേ, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തി ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങ് പറഞ്ഞ പോലെ പ്രത്യേകമായ വിധത്തില് ഞങ്ങളുടെ എല്ലാ മക്കളെയും തിരുസന്നിധിയില് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തില് ആയിരുന്ന മക്കള്, ഒരു കാലത്ത് അങ്ങയോട് ചേർന്നിരുന്ന മക്കള്, അൾത്താരയിൽ അങ്ങയുടെ കൂടെ ആയിരുന്ന മക്കള്, അങ്ങയെ സ്വീകരിച്ച് വിശുദ്ധിയിലും ഉദാശയിലും അങ്ങയുമായി ആഴമായ ബന്ധത്തിലൊക്കെ പോയ മക്കള്, ജപമാല പ്രാർത്ഥനയും പഠന മേഖലകളില്, ശുശ്രൂഷ മേഖലയില്, ഗാന ശുശ്രൂഷയില്, വചന ശുശ്രൂഷയിലൊക്കെ അങ്ങയോട് ചേർന്ന് ജീവിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കള് ഇന്ന് ഈശോയെ അതിൽ നിന്നൊക്കെ വീണ് രോഗാരൂപിക്ക് അടിമപ്പെട്ട് ഉദാശകൾ മുടക്കി അങ്ങയിൽ നിന്ന് അകന്ന് എല്ലാ ചൈതന്യവും നശിപ്പിച്ച് മദ്യത്തിനും കൂട്ടുകെട്ടിനും ലഹരിക്കും അടിമപ്പെട്ടു പോയ ഒത്തിരിയേറെ മക്കളുണ്ട്. ഈശോയെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കള് അങ്ങിൽ നകന്നു പോയി ഇന്ന് പഠനം മുടങ്ങി, ജീവിതം വഴിമുട്ടി, തെറ്റായ കൂട്ടുകെട്ട്, തെറ്റായ ദുശീലങ്ങള്, തർക്കദോഷങ്ങള്, ഈശോയെ അങ്ങിൽ നകന്നു പോയാല് അങ്ങ് പറഞ്ഞില്ലേ നശിച്ചു പോകത്തുള്ളൂ, ഉണങ്ങി പോകത്തുള്ളൂ എന്ന്. അങ്ങനെ അഭിഷേകം നഷ്ടപ്പെട്ട് ഉണങ്ങിപ്പോയ, നശിച്ചു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ വീണ്ടും ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങയുടെ മഹാകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ സ്നേഹം ഞങ്ങളുടെ മക്കളുടെ ഹൃദയങ്ങളെ തൊട്ടുണർത്തട്ടെ. അങ്ങയുടെ ശക്തി ഞങ്ങളുടെ മക്കളെ മാനസാന്തരപ്പെടുത്തി അങ്ങയിലേക്ക് തിരിക്കട്ടെ. അങ്ങയുടെ അഭിഷേകം ഞങ്ങളുടെ മക്കളിൽ നിറച്ചു കൊടുക്കണമേ. നഷ്ടപ്പെട്ടു പോയ അഭിഷേകം, നഷ്ടപ്പെട്ടു പോയ ശക്തി, നഷ്ടപ്പെട്ടു പോയ ദൈവിക ജീവന്റെ സമൃദ്ധി, നഷ്ടപ്പെട്ടു പോയ അങ്ങയുമായുള്ള ആഴമായ ബന്ധം, നഷ്ടപ്പെട്ടു പോയ അങ്ങയുടെ സ്നേഹം ഈശോയെ ആ മക്കൾക്ക് തിരിച്ചു നൽകി അനുഭവവേദ്യമാക്കി കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ മക്കളെ വീണ്ടും അങ്ങയിൽ കൂട്ടിച്ചേർക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഉന്നതമായ അഭിഷേകത്തിനായിട്ട് കർത്താവേ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നോമന മക്കൾക്ക് വേണ്ടി ഞങ്ങൾ കരം വിരിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. സ്തുതിക്കുന്നു കർത്താവേ. ദിവ്യകാരുണ്യത്തിൽ നിന്ന് ആ വലിയ ശക്തി ഞങ്ങളുടെ മക്കളിലേക്ക് പ്രവഹിക്കുകയും ആ മക്കൾ വീണ്ടും അങ്ങയിൽ പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യട്ടെ. യേശുവേ നന്ദി, യേശുവേ ആരാധന, മഹത്വം കർത്താവേ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി മക്കളിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മശക്തി മക്കളിൽ നിറയട്ടെ. അതോടൊപ്പം തന്നെ അഭിഷേകത്തിൽ നിന്ന് ജീവിക്കുന്ന മക്കള്, ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും പ്രതിസന്ധി വന്നാലും ദാവീദ് പറഞ്ഞ പോലെ മരണത്തിന്റെ നിഴൽ വീണ് താഴ്വരയിൽ കൂടി നടക്കേണ്ടി വന്നാലും അങ്ങ് കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം ആ മക്കൾക്ക് നൽകണമേ.
ജീവിതത്തിൽ തോൽവികൾ വന്നാലും, തകർച്ചകൾ വന്നാലും, നഷ്ടങ്ങൾ വന്നാലും യേശുവേ, അങ്ങയോട് ചേർന്ന് നിൽക്കാൻ, അങ്ങയെ വിട്ടു പോകാതിരിക്കാൻ വലിയ കൃപ ഞങ്ങളുടെ മക്കൾക്ക് നൽകണം. ഇവിടെ കർത്താവേ, പല പല പ്രലോഭനങ്ങള്, പാപ സാഹചര്യങ്ങള്, വശീകരണ ശക്തികള്, കൂട്ടുകെട്ടുകള്, ലഹരികള്, അതെല്ലാം മൊബൈല്, ചില ഗെയിമുകള്, സിനിമകള്, മാധ്യമങ്ങള്, അങ്ങനെ പലതും അങ്ങയിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ അകറ്റുന്ന ഈ കാലഘട്ടത്തിൽ അതിലൊന്നും പെടാതിരിക്കാൻ അഭിഷേകത്തിന്റെ തീ ഞങ്ങളുടെ മക്കളിൽ ആളിക്കത്തട്ടെ കർത്താവേ. അങ്ങയുടെ വലിയ സംരക്ഷണം ഞങ്ങളുടെ മക്കൾക്ക് അങ്ങ് നൽകണം. അങ്ങയുടെ ശക്തിയാൽ ഞങ്ങളുടെ മക്കളെ പൊതിഞ്ഞു പിടിക്കണം. സക്രിയ 2:4-5 അങ്ങ് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയും നിങ്ങളുടെ മധ്യേ ഞാൻ നിങ്ങളുടെ മഹത്വമായിരിക്കും. കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് ചുറ്റും അങ്ങ് അഗ്നി കൊണ്ട് കോട്ട കെട്ടണം. വലിയ സംരക്ഷണം ഞങ്ങളുടെ മക്കൾക്ക് നൽകണം. ഞങ്ങളുടെ മക്കൾ ആരും നശിച്ചു പോകരുത്. ഇനി ഏതെങ്കിലും അവസ്ഥ നശിച്ചു പോയ മക്കള് കർത്താവേ, അങ്ങയിലേക്ക് തിരിച്ചു വരണം. പുതിയൊരു അഭിഷേകത്തില് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ മക്കളെയും കർത്താവിന്റെ ഈ വലിയ കരുണയ്ക്കായി, ഈ വലിയ ശക്തിക്കായി ദിവികാരന്റെ സന്നദ്ധിയില് സമർപ്പിച്ചുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഓരോ മക്കൾക്കും വേണ്ടിയും, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കൂട്ടായ്മയിലുള്ള പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും, ലോകമെമ്പാടുമുള്ള സകല മക്കൾക്ക് വേണ്ടിയും, നമ്മുടെ മക്കളെ പോലെ സമാനമായിട്ട് തകർന്നു പോയ, വേദനിക്കുന്ന, അല്ലെങ്കിൽ ജീവിക്കുന്ന, നിലനിൽക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി നമുക്ക് ഒരുമിച്ച് നിശബ്ദമായി ഒരു നിമിഷം ദിവികാരന്റെ സന്നദ്ധിയില് പ്രാർത്ഥിക്കാം. മക്കളെ, സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സാധിക്കുന്നിടത്തോളം മക്കള് ജപമാലകൾ ചൊല്ലി വലിയ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുക. ജപമാല ഫ്രറ്റേണിറ്റി കൂട്ടായ്മ, റോസറി വാരിയേഴ്സ് ഒരുമിച്ച് ശക്തമായിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി അമ്മയുടെ മധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി അച്ഛൻ പറയാണ്, നമ്മുടെ ആ ടോക്ക് എല്ലാവരും കേൾക്കണം, മാക്സിമം ഷെയർ ചെയ്യണം, നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്ത് വലിയ അഭിഷേകത്തില് നമ്മുടെ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകണം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോയെ നന്ദി.